തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി.വി. അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിലാണ് അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയത്. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയതിനാലാണ് അന്വേഷണം. പാട്ടവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന് വിജിലൻസിന് പരാതി കിട്ടിയിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. ഇതനുസരിച്ച് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടു. വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച ഉത്തരവ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിന് കൈമാറി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് അന്വേഷണ ചുമതല. വിശദമായ അന്വേഷണം നടത്തി സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. കാലങ്ങളായി അൻവറിനെതിരെ നിയമപോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് മുരുകേഷ്. അൻവർ നിയമം ലംഘിച്ച് നിർമ്മിച്ച 4 തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് മുരുകേഷ് നടത്തിയ നിയമപോരാട്ടത്തിന്റെ ഫലമായിട്ടായിരുന്നു. അൻവറിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതിന്റെ പേരിൽ വധഭീഷണിയടക്കം മുരുകേഷ് നേരിടേണ്ടി വന്നിരുന്നു. അന്നൊക്കെ സർക്കാരിന്റെ പിന്തുണയാണ് അൻവറിന് തുണയായത്. ഇപ്പോൾ അൻവർ മറുചേരിയിലായതോടെയാണ് വിജിലൻസ് അന്വേഷണമടക്കം എത്തുന്നത്. നേരത്തെ കൂടരഞ്ഞി പഞ്ചായത്തും കോഴിക്കോട് കളക്ടറും നടപടിയെടുക്കാതെ പലവട്ടം സംരക്ഷിച്ചിട്ടും തടയണ പൊളിക്കാനുള്ള കോടതി വിധിയിലേക്ക് നയിച്ചത് മുരുകേഷ് നരേന്ദ്രൻ തുടക്കമിട്ട നിയമ പോരാട്ടമാണ്. പി.വി. അൻവറിന്റെ കക്കാടംപൊയിലെ വാട്ടർ തീം പാർക്ക് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് 2017 സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ PVR നാച്ചുറൽ റിസോർട്ട് നിർമ്മിച്ചത്. ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് എത്തുന്ന പ്രകൃതിദത്ത നീരൊഴുക്ക് തടസ്സപ്പെടുത്തി യാതൊരു അനുമതിയുമില്ലാതെ 3 കോൺക്രീറ്റ് തടയണകളും 1 മൺതടയണയും നിർമ്മിച്ചു. നീരുറവ നികത്തി റോഡ് പണിതാണ് റിസോർട്ടിലേക്ക് വഴിയൊരുക്കിയത്. തടയണകളിൽ നിന്നും 130 മീറ്റർ മാറിയാണ് 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സെന്റ് മേരീസ് ഹൈസ്കൂൾ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ ഉരുൾപൊട്ടൽ മേഖലയായ ഹൈ ഹസാർഡ് സൊണേഷനിലുള്ള സ്ഥലത്ത് MLA തടയണകൾ കെട്ടിയിട്ടും അധികൃതർ അനങ്ങിയില്ല. അനുമതിയില്ലാതെ തടയണകൾ കെട്ടിയതും ദുരന്ത സാധ്യതയും ചൂണ്ടിക്കാണിച്ച് തടയണകൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പ്ലാന്ററും വ്യവസായിയുമായ മുരുകേഷ് നരേന്ദ്രനാണ് 2018 ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കോഴിക്കോട് കളക്ടർക്ക് ആദ്യം പരാതി നൽകിയത്. 1 വർഷമായിട്ടും പരാതിയിൽ കളക്ടർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുരുകേഷ് നരേന്ദ്രൻ 2019 അന്നത്തെ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരന് പരാതി നൽകി. റവന്യൂ മന്ത്രി കോഴിക്കോട് കളക്ടറോട് റിപ്പോർട്ട് തേടി. ഒടുവിൽ മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിൽ അന്വേഷണം നടത്താൻ കൂടരഞ്ഞി വില്ലേജ് ഓഫീസർക്കും കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറിക്കും കളക്ടർ നിർദ്ദേശം നൽകി. തുടർന്നാണ് തടയണകൾക്കും റിസോർട്ടിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കക്കാടംപൊയിൽ സ്വദേശി KV ജിജു കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. നടപടിയില്ലാത്തതോടെ ജിജു പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വിജിലൻസ് സ്ക്വാഡിന് പരാതി നൽകി. മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ കൂടരഞ്ഞി വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും അനുമതിയില്ലാതെ അനധികൃതമായാണ് പ്രകൃതിദത്ത നീരുറവകൾ തടഞ്ഞ് തടയണകൾ നിർമ്മിച്ചതെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. കക്കാടംപൊയിലിൽ തടയണകൾ ഉൾപ്പെടെ പി.വി. അൻവറിന്റെ അനധികൃത നിർമ്മാണങ്ങൾ സന്ദർശിക്കാനെത്തിയ MN കാരശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക അന്വേഷണ യാത്ര തടഞ്ഞ് അംഗങ്ങൾക്ക് നേരെ കക്കാടംപൊയിലിൽ ആക്രമണമുണ്ടായിരുന്നു.